ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാഹിൻ ഫൺ 07 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറും അസാസിൻ ക്രീഡുമായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ട് പുതിയൊരു ഇവന്റ് വരാൻ പോവുകയാണ്. കൊളാബറേഷൻ ഇവന്റ് ഒക്കെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കൊളാബറേഷൻ ഇവന്റിൽ നിന്നും ഒട്ടനേകം റിവാർഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണയും നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരുപാട് റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അസാസിൻ ക്രീഡ് ഇവന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് എപ്പോഴായിരിക്കും വരുന്നത്, എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അസാസിൻ ക്രീഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് എപ്പോഴായിരിക്കും വരുന്നത്, അതായത് നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് വെച്ചാൽ സ്ക്വാഡ് ബീറ്റ്സ് ഇവന്റ് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും സ്ക്വാഡ് ബീറ്റ്സ് ഇവന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഫെബ്രുവരി 4 മുതൽ സ്റ്റാർട്ട് ആവുമെന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫെബ്രുവരി 20 കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അസാസിൻ ക്രീഡ് ഇവന്റ് വരികയാണ്. സ്ക്വാഡ് ബീറ്റ്സ് ഇവന്റ് അവസാനിക്കും ഫെബ്രുവരി 20 ആകുമ്പോഴേക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നത് അസാസിൻ ക്രീഡ് ഇവന്റ് ആയിരിക്കും. ഇതൊരു കൊളാബറേഷൻ ഇവന്റ് ആയിരിക്കും ഗൈസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒട്ടനേകം റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പ്ലേയേഴ്സും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതായത് അസാസിൻ ക്രീഡ് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല മാസമായിട്ടുള്ള ബണ്ടിൽസും അത് മാത്രമല്ല നല്ല റിവാർഡ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിവാർഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചൂടെ കാണുന്ന ഈ ഒരു ബാനർ കാണാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബാനറാണ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും 2 അവതാർ കാണാൻ സാധിക്കും. ഈ 2 അവതാർ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന അവതാറാണ് അസാസിൻ ക്രീഡ് ഇവന്റിൽ. ബ്രദർഹുഡ് പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പിന്നാണ്. നമുക്ക് ലൂട്ട് ബോക്സ് കാണാൻ സാധിക്കും. ഈ ലൂട്ട് ബോക്സ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ലൂട്ട് ബോക്സ്. പിന്നെ അത് മാത്രമല്ല അസാസിൻ ക്രീഡിന്റെ പാരഷൂട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ അസാസിൻ ക്രീഡ് ഇവന്റിന്റെ ടീമിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് ആണ്. സർഫ് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സർഫ് ബോർഡ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നല്ല അടിപൊളി മാസമായിട്ടുള്ള തീമാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അസാസിൻ ക്രീഡ് ഇവന്റിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് എല്ലാം. അസാസിൻ ക്രീഡ് ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും അതായത് ഫാൽക്കൺ പെറ്റിന്റെ സ്കിന്ന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചൂടെ കാണുന്നത് ഫാൽക്കൺ പെറ്റിന്റെ സ്കിന്ന് നമുക്ക് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ട റിവാർഡ്സ് ആയിരിക്കും. അതുമാത്രമല്ല നമുക്ക് മറ്റൊരു സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു സ്കിന്നാണിത്. 2 സ്കിന്ന് വരുന്നുണ്ട്. അതായത് ഒരു സ്കിന്ന് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഈ സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന സ്കിന്നാണ് ഫാൽക്കൺ പെറ്റിന്റെ സ്കിന്ന്. നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്നത് AWMന്റെ സ്കിന്നാണ്. അതായത് ഈ ഒരു സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. അസാസിൻ ക്രീഡ് ഇവന്റിൽ നമുക്ക് സിംഗിൾ ഡാമേജും ഡബിൾ ആർമർ പെനട്രേഷനുമാണ് ഉള്ളത്. സ്കിന്നൊക്കെ പൊളിയായിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് ഒക്കെ സിംഗിൾ ഡാമേജ് ഉള്ളൂ, ഡബിൾ ഡാമേജ് വേണമായിരുന്നു. ഡെസേർട്ട് ഈഗിളിന്റെ സ്കിന്ന് വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന ഡെസേർട്ട് ഈഗിളിന്റെ സ്കിന്നാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നാണ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും നല്ല കാണാനൊക്കെ നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ആട്രിബ്യൂട്ട്സ് ഒക്കെ പൊളിയായിരിക്കും. സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, പിന്നെ റേഞ്ച് ഡബിൾ ഉണ്ട്. എന്തായാലും നല്ല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ഫ്രണ്ട്സ്. നമുക്കിത് ചിലപ്പോൾ ഡയമണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് വന്നേക്കാം. ദെൻ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു P90 കണ്ട സ്കിന്ന് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു സ്കിന്നായിരിക്കും. ഒരു റെഡും വൈറ്റും ബ്ലാക്കും കൂടി കളർന്ന ഒരു തീമാണ്. എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു സ്കിന്നാണിത്, P90യുടെ സ്കിന്ന് അസാസിൻ ക്രീഡ് ഇവന്റിൽ. അസാസിൻ ക്രീഡ് ഇവന്റിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു നൈഫിന്റെ സ്കിന്ന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്കിന്നാണ്. അത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു സ്കിന്നാണെന്നാണ് ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു നൈഫിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും ഈ ഒരു കൊളാബറേഷൻ ഇവന്റിൽ. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ഇമോട്ട് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ഇമോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ഒരു ഇമോട്ടാണത്. എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. നമ്മുടെ അസാസിൻ ക്രീഡ് ഇവന്റിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ഒരു ഇമോട്ടാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചൂടെ കാണുന്നത്. ഇതാണ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ഇമോട്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഇമോട്ടുകളാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാസമായിരിക്കും. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഒരുപാട് കൊളാബറേഷൻ ഇവന്റുകൾ വന്നു കഴിഞ്ഞു, ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കൊളാബറേഷൻ ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ലഭിക്കാൻ പോകുന്ന ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം ആയിരിക്കും. അസാസിൻ ക്രീഡ് ഇവന്റിന്റെ ടീമിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമാണിത്. ഒരു വൈറ്റും ബ്ലാക്കും കൂടി കളർന്ന ഒരു തീമാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കൊരു ഈവന്റ് ഒക്കെ വന്നേക്കാം. ഈവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം ആയിരിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ബണ്ടിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട് അസാസിൻ ക്രീഡ് ഇവന്റ്. ഇതാണ് ആ മെയിൽ ബണ്ടിൽ. എന്തായാലും നല്ല മാസമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബണ്ടിലാണ്. ഒരു വൈറ്റും ബ്ലാക്കും പിന്നെ റെഡും കൂടി കളർന്ന നല്ല അടിപൊളി തീമാണ് ഫ്രണ്ട്സ് ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന അസാസിൻ ക്രീഡിൽ വരാൻ പോകുന്ന പുതിയൊരു മെയിൽ ബണ്ടിൽ. എല്ലാ ഈവന്റിലും ഒരു ബണ്ടിൽ ഫ്രീ ആണെങ്കിൽ മറ്റൊരു ബണ്ടിൽ നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
സോ അത് മാത്രമല്ല ഈ ഒരു ബണ്ടിൽ, അതായത് അസാസിൻ ക്രീഡ് ഇവന്റിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന മെയിൻ ബണ്ടിൽ ഇതാണ്. നമുക്ക് ടോക്കൺ ടവറിലായിരിക്കും ഈ ഒരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുപാട് ഡയമണ്ട് ഒക്കെ വേണ്ടി വന്നേക്കാം ഈ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട്. അത് മാത്രമല്ല നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഫിഷിന്റെ സ്കിൻ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു സ്കിന്നായി. എന്തായാലും നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന്, ഒരു ഫിഷിന്റെ സ്കിൻ അസാസിൻ ക്രീഡ് ഇവന്റിൽ വരാൻ പോകുന്നതാണ്. അസാസിൻ ക്രീഡ് ഇവന്റിന്റെ പേജ് ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ കാണാൻ സാധിക്കും. ലോഗിൻ റിവാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്, ഡെയിലി സ്കോഡ് കാണാൻ സാധിക്കും, ദി അക്കാഡമി കാണാൻ സാധിക്കുന്നുണ്ട്, ക്രീഡ് വീൽ കാണാൻ സാധിക്കുന്നുണ്ട്, മിസ്റ്ററി ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ മിസ്റ്ററി ഷോപ്പ് വരുന്നു എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല മാസമായിട്ടുള്ള ഇവന്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല മിസ്റ്ററി ഷോപ്പ് വരാൻ പോവുകയാണ്. ഫെബ്രുവരി 20 കഴിയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ ഒരു ഇവന്റ് ആണ് അസാസിൻ ക്രീഡ് ഇവന്റ്. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒട്ടനേകം റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ. സോ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഫെബ്രുവരി 20 കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് റിവാർഡ്സ് ലഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.